നമസ്തേ. ജനഹിതം 2020 പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ഞു പെയ്യുന്ന മലനിരകളുടെ വശ്യതയും കാടിൻ്റെ വന്യതയും, ഏലത്തിൻ്റെ മണമുള്ള നാട്ടുവഴികളിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിളംബരം മുഴങ്ങിക്കഴിഞ്ഞു. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല. കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. ജില്ലയുടെ 50%-ലധികവും സംരക്ഷിത വനഭൂമിയാണ്. വൈദ്യുതോൽപാദനത്തിന് പേരുകേട്ട നാട്, ചന്ദനക്കാടുകളുടെ നാട്, സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം. ഇടുക്കി എന്ന മിടുക്കിയുടെ സവിശേഷതകൾ പറഞ്ഞാലും അവസാനിക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ പാർട്ടികളും വരെ 39 നിൽക്കുന്നത് ഒരു പ്രശ്നമില്ല. മുൻതൂക്കം എല്ലാ പാർട്ടികളും അങ്ങനെ മുൻതൂക്കം അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കട്ടക്ക് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചർച്ചകളായിരിക്കും ഇവിടെ. എങ്ങനെയാ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ടുണ്ടോ? ആണോ? സ്ഥാനാർത്ഥികളെല്ലാം വീഡിയോയിൽ കയറുന്നു. നിങ്ങളിങ്ങനെ ചർച്ചയിലായിരിക്കും അല്ലേ? ഇതായിരിക്കും ചർച്ച. ഇതാ ചർച്ച. കൊറോണ ആയ കാരണം ഒത്തിരി പേർക്കൊന്നും വരാൻ പറ്റിയല്ലോ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ആവേശത്തിന് കുറവൊന്നുമില്ല. കുറവില്ല. കൊറോണയുടെ ഇതുണ്ട്. അവിടെ ആർക്കായിരിക്കും സാധ്യത? അതുമല്ല, 2 വോട്ടിനോ 2 3 പേരുണ്ട്. വോട്ടും ആരും ഒട്ടും പുറകില്ല. എല്ലാ പാർട്ടികളുണ്ട്. പി ജെ ജോസഫ് പറ്റി പിടിക്കുമോ ഇത്തവണ? വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ജോസ് കൊണ്ടുപോകുമോ? ജോസ് കൊണ്ടുപോകാൻ വഴിയില്ല. അടുത്ത വർഷത്തോട്ട് പോകുന്നു. എവിടെ കസാര കിട്ടുമെന്ന് നോക്കുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. ഈ മറ്റേ സംസ്ഥാന രാഷ്ട്രീയമൊക്കെ വോട്ട് ചെയ്യുമ്പോൾ അതൊന്നും വരുമല്ലോ. കാരണം കട്ട് തിന്നാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഇരിക്കുമല്ലേ. വായിക്കും. എത്ര പത്രം വായിക്കും രാവിലെ? 1-2 ഒക്കെ അത്യാവശ്യം. ഇതിനടിക്കാൻ സമയം ഇല്ല, എല്ലാം വായിക്കും. വരും. ജനങ്ങൾക്ക് എന്തായാലും ഉപകാരം ചെയ്താലേ ആൾക്കാർ അതിൻ്റെതായ മെച്ചം കാണിക്കുള്ളൂ. അല്ലാതെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് വന്ന് പോയിട്ട് ടാറ്റാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ആളെ കാണാൻ മഷിയിട്ട് നോക്കാൻ പോലും കാണുകയില്ല. സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാ, രാഷ്ട്രീയം നോക്കിയല്ലല്ലോ. ഇപ്പൊ പഞ്ചായത്ത് വോട്ടും ഒക്കെ ആളുടെ നിലവും വിലയൊക്കെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ രാഷ്ട്രീയം പറയാൻ പറ്റില്ല. പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെയാണല്ലോ. അതെ, വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ. പിന്നെ വോട്ട് കൂടുതൽ പിടിക്കുന്നുണ്ട്. കുറച്ചോട്ട് പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. യുവാക്കളാ കൂടുതൽ. പിന്നെ വനിതകളാണെങ്കിലും അങ്ങനെയാ. പ്രായം കുറഞ്ഞ ആൾക്കാരാണ് കൂടുതൽ. യുവാക്കൾക്ക് മുൻഗണന വേണമെന്നാണല്ലോ ഇവർ പറയുന്ന നിലവിൽ. അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ട്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. കാരണം പുതിയ തലമുറ ഇതിലോട്ടൊക്കെ വന്നെങ്കിലേ കൊണ്ട് കാര്യമുള്ളൂ. കഴിഞ്ഞ വർഷം കുറെ നാളുകളായിട്ട് ഇങ്ങനെ ജയിപ്പിച്ചൊക്കെ വിടുന്നുണ്ട്. നമ്മുടെ നാട്ടിന്റെ ഒരു വ്യത്യാസം വരുന്നുണ്ടോ? എന്താണ്? അല്ല, ചില ഭാഗങ്ങളിലുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുകയാണ്. എന്നാൽ ചില ഭാഗത്തൊട്ടും ഇല്ല. അതാണ് പറഞ്ഞ വ്യക്തിപരമായിട്ട് നോക്കിയാണ് ഒന്നാമത്തെ കാര്യം പഞ്ചായത്തിലോ ഇലക്ഷനോ വോട്ട് ചെയ്യുന്നത് തന്നെ ആൾക്കാർ. എന്നാൽ ചില വാർഡുകളിൽ ഒന്നും ചെയ്യാത്ത വാർഡുകാരും മെമ്പർമാരും ഉണ്ട്, ഒന്നും ചെയ്യാത്തവരുണ്ട്. കാരണം ഇത് ഈ പണ്ടൊക്കെ പിന്നെ ഇതിലേ പോവാം. മറ്റു വാർഡുകളിൽ ചെയ്യുന്നതുകൊണ്ട് തൊട്ടടുത്ത വാർഡിൽ ഒരു വകയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേ ആൾക്കാർ കാണുമല്ലോ. ഇത് വ്യക്തിപരമായിട്ടും എല്ലാം ചെയ്യുള്ളൂ. വോട്ടുകളാവും മൊത്തം. പിന്നെ ഈ
പാർട്ടി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഓൾറെഡി ഓക്കെ തന്നെ. ഒക്കെ പാർട്ടിയെ കൂടുതലായിട്ടതേ ഉള്ളൂ ജയിപ്പിക്കണമെന്നുള്ളത്. പിന്നെ വോട്ടർമാരെന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായിട്ടും അവർ പാർട്ടി നോക്കാറില്ല. രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉള്ളതാണോ? രാഷ്ട്രീയ അവനോട് കണ്ടുപിടിക്കാം ഉണ്ടായിരുന്നു. അതെ, പാർട്ടികൾ ഒരു പാർട്ടിയോടും വിശ്വാസമില്ല. പാർട്ടിയുടെ വിശ്വാസമൊക്കെ പോയി. മൗലിക അവകാശമാണല്ലോ. ഈ കൊറോണ സമയത്തെ വോട്ട് ചെയ്യാൻ പോകുന്നത് പ്രശ്നമല്ലേ? പ്രശ്നമല്ലേ? എന്തായാലും വോട്ടിന്റെ ശതമാനത്തിൽ വളരെ ഒത്തിരി വ്യത്യാസം വരും. കാരണം കുറവ് വരും. കാരണം മലയിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരും വയോജനങ്ങളൊന്നും ഇറങ്ങിപ്പോരുക. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അവർ നേരിട്ട് ഓരോ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇതിനൊക്കെ എന്താ ചെയ്തിട്ട് കാര്യം പഞ്ചായത്തിൽ ചെയ്താലും ഇതുപോലെയൊക്കെ തന്നെയാണ് കണ്ടു തിന്നുന്നത്. ഇതിപ്പോൾ കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും ഒക്കെ ആയിട്ട് വാരി തിന്നുകൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലും വളരെ സജീവമായിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾ ജയിച്ചു വരട്ടെ എന്നുള്ളതാണ് ജനങ്ങളുടെ തീരുമാനം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് അത്തരമൊരു തീരുമാനമാണ് നാട്ടിൻപുറങ്ങളിൽ കൂടുതലായി കാണാൻ സാധിക്കുന്നത്. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിച്ചു കഴിഞ്ഞു. 16 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്ത്, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 52 ഗ്രാമപഞ്ചായത്തുകൾ, ഹൈറേഞ്ചിലും ലോ റേഞ്ചിലുമായി 2 മുനിസിപ്പാലിറ്റികൾ. ഇതാണ് ഇടുക്കിയുടെ ചിത്രം. വ്യത്യസ്തമായ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ എന്നും ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധേയമാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടുക്കി കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുന്നണി രാഷ്ട്രീയത്തിന്റെ അഭിമാന പോരാട്ടത്തിനാണ് ഇത്തവണയും ഇടുക്കി വേദിയാകുന്നത്. ഒപ്പം ഭൂമിയും കർഷകനും കുടിയേറ്റവും പട്ടയവും കേരള കോൺഗ്രസ് രാഷ്ട്രീയവും തുടങ്ങി ഒട്ടനവധി ഘടകങ്ങളാണ് ഇടുക്കിയിലെ പോരാട്ടത്തിന് ആവേശം പകരുന്നത്. ഒപ്പം പ്രളയവും പുനരധിവാസവും പ്രധാന ആയുധമാകും. കൊറോണ കാലത്തെ പോരാട്ടത്തിന് കൊറോണയും പ്രധാന താരമാണ്. വീറും വാശിയും നിറഞ്ഞ ഇടുക്കിയുടെ മണ്ണിൽ മുന്നണികൾ പോർമുഖം തുറന്നു കഴിഞ്ഞു. പലതവണ സ്വന്തമാക്കിയ ഇടുക്കിയെ ഇത്തവണയും പിടിച്ചുകെട്ടാനാണ് LDFും UDFും ശ്രമിക്കുന്നത്. അതേസമയം ചരിത്രം തിരുത്തിക്കുറിക്കാനാണ് NDAയുടെ പുറപ്പാടും. കൊറോണ ഉയർത്തുന്ന വെല്ലുവിളികൾ ഏറെയാണെങ്കിലും വീറും വാശിയും ഒട്ടും കുറവില്ല. UDFും LDFും NDAയും ശക്തി തെളിയിക്കാൻ സജ്ജരായി കഴിഞ്ഞു. ഭൂപ്രശ്നങ്ങളും കേരള കോൺഗ്രസും നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾക്ക് സാധ്യതയില്ല. ചരിത്രം പരിശോധിച്ചാൽ UDFന് കൃത്യമായ മേൽക്കൈ ലഭിക്കുന്ന പ്രദേശമാണ് ഇടുക്കി. 2015 നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോഴും നേട്ടം UDFനായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 16-ൽ 10ലും UDF വിജയക്കൊടി പാറിച്ചു. വാഗമൺ, പൈനാവ്, മുള്ളരിങ്ങാട്, മുരിക്കാശ്ശേരി, ദേവികുളം, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ മാത്രമാണ് LDF വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലും ശക്തമായ മേൽക്കൈ UDFനായിരുന്നു. 8-ൽ 6 സ്വന്തമാക്കിയായിരുന്നു UDF മേധാവിത്വം ഉറപ്പിച്ചത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന മത്സരത്തിൽ മാത്രമാണ് LDFന് നേരിയ ആശ്വാസം ലഭിച്ചത്. ആകെയുള്ള 52 ഗ്രാമപഞ്ചായത്തിൽ 27 LDF ഭരണം പിടിച്ചു. മുനിസിപ്പാലിറ്റികളിലും ജനങ്ങൾ പിന്തുണച്ചത് UDFനെയായിരുന്നു. തൊടുപുഴയിലും കട്ടപ്പനയിലും UDF ജയിച്ചു കയറി. കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തവണയും പ്രവചനാതീതമെന്ന് ഇടുക്കിക്കാർ പറയും. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത സാഹചര്യവും വ്യത്യസ്ത വിഷയങ്ങളുമാണ്. 2015 വിജയം ആവർത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷ. ഇടത് സർക്കാരിന്റെ ദുർഭരണവും ഭൂവിഷയം ഉൾപ്പെടെയുള്ള ജില്ലയിലെ ജനകീയ വിഷയങ്ങളും തങ്ങൾക്ക് അനുകൂല ഘടകമാണെന്നും UDF വിലയിരുത്തുന്നു. UDF കേന്ദ്രം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പരമ്പരാഗത വോട്ടുകളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് UDF വിലയിരുത്തുന്നത്. ഭൂവിഷയമാണ് UDFന്റെ പ്രധാന ആയുധം. മുന്നണി വിട്ടുപോയ ജോസ് വിഭാഗത്തെ വീഴ്ത്താൻ ഏറ്റവും നല്ല മാർഗമായാണ് UDF ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങളെ LDFും ജോസ് പക്ഷവും വഞ്ചിച്ചുവെന്നാണ് UDFന്റെ ആരോപണം.
അവർക്കങ്ങനെ വിശ്വസിക്കുന്നതിൽ ഞാൻ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. കാരണം അവർക്കങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ ചിന്ത ശരിയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാവും. കാരണം കേരള കോൺഗ്രസിൻ്റെ അകത്ത് പിളർപ്പുണ്ടായിട്ടുണ്ട്, കുറച്ച് പേര് പുറത്ത് പോയിട്ടുണ്ട്, വസ്തുതയാണ്, ഞാനതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇടുക്കിയിലെ ജനങ്ങൾ അത് ജനാധിപത്യ ചിന്താഗതിക്കാരും ഇടതുപക്ഷ ചിന്താഗതിക്കാരുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ UDF വേണോ LDF വേണോ എന്നുള്ളത് അത് കേരള കോൺഗ്രസിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് നോക്കി വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ളവരല്ല. UDF അനുകൂലമായി ചെയ്യുന്നവർ UDF അനുകൂലമായിട്ട് ചെയ്യും, LDF അനുകൂലമായി ചിന്തിക്കുന്ന ആളുകൾ LDF അനുകൂലമായി ചെയ്യും. അതല്ലാണ്ട് UDF നിന്നിരുന്ന ആരെങ്കിലും കുറച്ച് പേര് LDF പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൂടെ നിൽക്കുന്ന വോട്ടർമാരെല്ലാവരും കൂടി നേതാക്കന്മാർ പോയിട്ടുണ്ടാവും, പാർട്ടി സംവിധാനത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് കാലാകാലങ്ങളിൽ ചെയ്തിരുന്ന UDF അനുഭാവികളായിട്ടുള്ള വോട്ടർമാരെല്ലാവരും കൂടി കൂട്ടത്തോടെ പോകുമെന്ന് ചിന്തിക്കുന്നത് ശരിയാകില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബോധ്യമാകും. തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ പ്രാവശ്യം എത്രയോ ശക്തമായിരുന്നു. ആ ശക്തമായ സംവിധാനത്തെ പോലും അതിജീവിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായത്. മര്യാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം 11-ാം തീയതി വരെ വരിച്ചിരുന്നത് സമിതിയുടെ പ്രസിഡൻ്റാണ്. വാഴത്തോപ്പ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജയിച്ചത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായിരുന്നു. അപ്പോൾ ഇടതുപക്ഷവുമായി ഒരിക്കലും യോജിക്കാൻ കഴിയില്ലാത്ത വിവിധ വിഭാഗങ്ങൾപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു വ്യത്യസ്ത സംവിധാനം ഉണ്ടാക്കി മത്സരിച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ഒരു പഞ്ചായത്തും പോലും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ അവരാരുമില്ല, ചിത്രത്തിലാരുമില്ല. അവരൊക്കെ തിരിച്ചതേ ലാവണങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം കണക്കൂട്ടലൊന്നും ഒരർത്ഥം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസും കൂട്ടരും മുന്നണി വിട്ടാലും ഇടുക്കിയിലെ കർഷക സമൂഹം എന്നും തങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് UDFന്റെ വിശ്വാസം. ഒപ്പം സ്വർണ്ണക്കടത്തും കിഫ്ബിയും മയക്കുമരുന്നും ഉൾപ്പെടുന്ന സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ചേരുന്നതോടെ വിജയം അനായാസമാകുമെന്നും UDF കണക്കുകൂട്ടുന്നു. ഇടുക്കി ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് LDFും അവകാശപ്പെടുന്നത്. UDFിൽ നിന്ന് അടർത്തിയെടുത്ത കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ വോട്ടിലാണ് LDF പ്രധാനമായും കണ്ണുവയ്ക്കുന്നത്. ഒപ്പം ഇതുവരെ നടത്തിയ പട്ടയ വിതരണവും ജില്ലയിൽ അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് LDFന്റെ അവകാശവാദം. 5 വർഷം മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ഉള്ളതെന്നാണ് LDF പറയുന്നത്. ഇടുക്കി പിടിക്കാനിറങ്ങുന്ന LDFന്റെ പ്രതീക്ഷ UDFിൽ നിന്ന് അടർത്തി മാറ്റിയ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലാണ്. ജില്ലയിൽ പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിൽ കേരള കോൺഗ്രസിന് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് LDFന്റെ വിശ്വാസം. ജില്ലയിലെ പരമ്പരാഗത ഇടത് വോട്ടുകൾക്കൊപ്പം കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടി ചേരുമ്പോൾ വിജയം ഉറപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ജോസ് കെ മാണിയുടെ വരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് വരവ് തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ബഹുജന മുന്നേറ്റം ഉണ്ടാക്കും. കാരണം ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFിനോടൊപ്പം മാണി കേരള കോൺഗ്രസ് അപ്പുറം നിൽക്കുന്ന സമയത്ത്, കേരള കോൺഗ്രസ് മാണി വിഭാഗം അപ്പുറം നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചില വാർഡുകളിലൊക്കെ 12 വോട്ടിന് 2 വോട്ടിന് 4 വോട്ടിന് 1 വോട്ടിനൊക്കെ ഇതിട്ടുണ്ട്. ഇപ്പോൾ മണപ്പുറം പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഒരു വാർഡിൽ 1 വോട്ടിന് വ്യത്യാസത്തിൽ പോയിട്ടുണ്ടാണ്. വാത്തുക്കുടി പഞ്ചായത്ത് അതിൻ്റെ അനുഭവമാണ്. ഒരു വാർഡ് ഞങ്ങൾ 12 വോട്ടിൽ തോറ്റത് കൊണ്ടാണ് ഞങ്ങൾക്ക് തുല്യം വരേണ്ടി വന്നത്. അതെല്ലാം സ്വാഭാവികമായിട്ടും UDFിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ മാറ്റം, കേരള കോൺഗ്രസ് മാണി വിഭാഗം കടന്നു വരുന്ന ഭാഗമായി അതിന് വലിയൊരു മാറ്റം അതിനകത്തുണ്ടാവും, പ്രകടമായ മാറ്റം ഇക്കാര്യത്തിലുണ്ടാവും. ഭൂവിഷയങ്ങൾ ഉയർത്തിയുള്ള UDF ആക്രമണം കരുതലോടെയാണ് LDF നേരിടുന്നത്. ഇടത് സർക്കാർ വന്ന ശേഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ജില്ലയിൽ ഇതുവരെ നടത്തിയ 50,000-ഓളം പട്ടയ വിതരണവും LDF ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നാണ് LDF വിശ്വസിക്കുന്നത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാനാണ് LDF ശ്രമിക്കുന്നത്. സീറ്റ് നിർണയം മുതൽ UDFിലുള്ള തമ്മിൽ തല്ല് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് LDF പറയുന്നത്. കഴിഞ്ഞ തവണ തൊടുപുഴ, കട്ടപ്പന മുനിസിപ്പാലിറ്റികളിലും 9 ഗ്രാമപഞ്ചായത്തുകളിലും ഭരണം നഷ്ടമായത് ചെറിയ വ്യത്യാസത്തിലായിരുന്നു. അന്ന് നഷ്ടപ്പെട്ടു പോയ അവസരം ഇക്കുറി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് LDF ഉറച്ചു വിശ്വസിക്കുന്നത്. ഇടുക്കിയുടെ ജനകീയ പ്രശ്നങ്ങളിലൂന്നിയാണ് NDAയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികളുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും മോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്നുമാണ് BJPയുടെ പ്രതീക്ഷ. ഓരോ തവണയും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ NDA സഖ്യം ഇക്കുറി രണ്ടും കൽപ്പിച്ചാണ്.
ഇടതു വലതു മുന്നണികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. അഴിമതിയുടെ കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും ഇടുക്കിയിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും BJP വ്യക്തമാക്കുന്നു. ഒന്ന്, കേരളത്തിൽ പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 ഏത് കാര്യം പറഞ്ഞാണോ അധികാരത്തിൽ കയറിയത് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പതിപ്പായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് മാറിയിരിക്കുന്നു. അന്നുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ മുഴുവൻ അഴിമതികളും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ പുറകിലാണ്, അതിൻ്റെ പാത പിടിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുമാത്രവുമല്ല, അഴിമതി മാത്രമല്ല, വിദേശ കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായിട്ടും സാധാരണ ജനങ്ങൾക്ക് കയറിക്കെടുക്കുവാനുള്ള ഒരു കൂരയുണ്ടാക്കുന്നതിൽ പോലും വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കഴിഞ്ഞ കാലത്ത് UDF നടത്തിയിട്ടുള്ള അഴിമതിയുടെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ നേരിടുന്നതുമെല്ലാം ദേശീയ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ ഇത്തവണ ജനവിധി തേടുമ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയാണെന്നാണ് NDA നേതാക്കൾ പറയുന്നത്. മോദി സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ തന്നെയാണ് BJPയുടെ കരുത്ത്. ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ശബരിമല വിഷയം ജില്ലയിൽ BJPക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. BJP വാസ്തവത്തിൽ ഒരു ശക്തി തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ നടക്കാൻ പോകുന്നത്. BJP ഇതുവരെ അതിൻ്റെ ഒരു ശക്തി തെളിയിപ്പിക്കാനുള്ള അവസരം അവർക്കുണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം ആ രീതിയിൽ വലിയ വ്യാപകമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വ്യാപകമായ വോട്ട് പിടിക്കാനുള്ള സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം വാസ്തവത്തിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. BJP ഇപ്പോൾ മുഴുവൻ സീറ്റുകളിലും തന്നെ മത്സരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ മിക്കവാറും വാർഡുകളിലെല്ലാം തന്നെ, ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡുകളിലെല്ലാം തന്നെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡുകളിലെല്ലാം തന്നെ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവർ വെറുതെ പേരിന് മത്സരിക്കുകയല്ല, നല്ല രീതിയിൽ തന്നെ മത്സരിക രംഗത്തുണ്ട്. അവർ ആ തരത്തിൽ പ്രചരണം നടത്തുന്നുണ്ട്. അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ 8 വാർഡുകളിൽ അവർ ജയിച്ചിട്ടുണ്ട്. 4 വാർഡുകളിൽ അവർ 2ാം സ്ഥാനത്തായിരുന്നു, 5 വാർഡുകളിൽ 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഭരണം പിടിക്കുന്ന രീതിയിൽ തന്നെ സ്ഥാനാർത്ഥികളിൽ നിന്ന് നിർത്തി മുന്നോട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. പുതിയതായി രൂപം കൊണ്ട കട്ടപ്പന നഗരസഭയിൽ 3 വാർഡുകളിൽ BJP ജയിച്ചിട്ടുണ്ട്. ഇത്തവണ അതിൻ്റെ സീറ്റുകൾ ഇരട്ടിയാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടമലക്കുടി പഞ്ചായത്തിൽ 6 വാർഡുകളിൽ അവർ ജയിച്ചിട്ടുണ്ട്. ഇത്തവണ അത് ഇരട്ടിയാവുമെന്നാണ് അവരുടെ വിലയിരുത്തലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും മൊത്തം തന്നെ BJP അവരുടെ ഒരു ശക്തി തെളിയിക്കുന്ന പ്രകടനമായിരിക്കും ഇത്തവണ കാഴ്ചവെക്കുക. ഒപ്പം തന്നെ ശബരിമല വിഷയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇത്തവണ ശബരിമല വിഷയത്തിൽ BJP എടുത്തിട്ടുള്ള അല്ലെങ്കിൽ NDA എടുത്തിട്ടുള്ള നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് NDA സ്ഥാനാർത്ഥിക്ക് വലിയൊരു മുന്നേറ്റം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വനവാസി മേഖലകളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റത്തിനാണ് BJP ഇക്കുറി തയ്യാറെടുക്കുന്നത്. ഇടമലക്കുടി, വട്ടവട, കരുണാപുരം, പാമ്പാടുംപാറ, കുമാരമംഗലം, കുടയത്തൂർ തുടങ്ങി നിരവധി പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് BJPയുടെ പ്രവർത്തനം. ട്രൈബൽ പഞ്ചായത്ത് ആയിട്ടുള്ള ഇടമലക്കുടി, ആ ഇടമലക്കുടി ഇത്തവണ BJP ഭരിക്കും എന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലെ ഇടമലക്കുടിയിൽ BJPക്ക് 3 മെമ്പർമാരും കഴിഞ്ഞ തവണ 4 മെമ്പർമാരുണ്ടായിരുന്നതിൽ ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും ഈക്വൽ വോട്ട് വന്ന സമയത്ത് ടോസ് ഇട്ടാണ് പോയിട്ടുള്ളത്. ഒരു 5-6ഓളം വാർഡുകളിൽ 10 വോട്ടിൽ താഴെ ആണ് അവിടെ തോറ്റുപോയിട്ടുള്ളത്, BJP സ്ഥാനാർത്ഥികൾ തോറ്റുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇടമലക്കുടി, വട്ടവട, കരുണാപുരം, വണ്ടൻമേട്, പാമ്പാടുംപാറ, കുമാരമംഗലം, അറക്കുളം, കുടയത്തൂര്, തൊടുപുഴ മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും BJP ഭരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജില്ലയിലെ 2 മുനിസിപ്പാലിറ്റികളിലും ഇത്തവണ BJP നിർണായക ശക്തിയാകുമെന്നും NDA ക്യാമ്പ് കണക്കുകൂട്ടുന്നു. തൊടുപുഴ നഗരസഭയിൽ നിലവിൽ 8 സീറ്റാണ് BJPക്ക് സ്വന്തമായുള്ളത്. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ ഇത്തവണ വിജയിച്ചാൽ
തൊടുപുഴ നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അല്ല, കേവലം കഴിഞ്ഞ ഞങ്ങൾക്ക് നഗരസഭയിൽ 8 സീറ്റ് മാത്രമായിരുന്നു. രണ്ടാം സ്ഥാനത്ത് 6 സീറ്റ് കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ അങ്ങനെ 8, 6, 14 അതിനുശേഷം ഒരു 5-6 സീറ്റിലേക്ക് കൂടി വിജയിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ആ ഒരു സന്ദേശം, മഹത്തായ ആ സന്ദേശം സാധാരണക്കാരായ എല്ലാ വ്യക്തികളിലും എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വളരെ തന്ത്രപരമായി ഞങ്ങൾ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ളത് വിജയം മാത്രമായിരിക്കും. ഇരു മുന്നണികളുടെയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അഴിമതിയും തുറന്നു കാണിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചു കയറുമെന്നുള്ള തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. കട്ടപ്പന നഗരസഭയിലും BJP ഇത്തവണ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇടുക്കി ജില്ലയുടെ പ്രധാന തലവേദനകളിൽ ഒന്നാണ് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ. ജില്ലയുടെ രൂപീകരണം മുതലുള്ള ഈ പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ഗതി നിർണ്ണയിക്കുന്നതിൽ ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക് നിർണായക സ്വാധീനമാണുള്ളത്. ഇടുക്കി ജില്ല രൂപീകരിച്ച കാലം മുതലുള്ള പ്രശ്നമാണ് ഇവിടുത്തെ ഭൂവിഷയം. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഭൂപ്രശ്നങ്ങൾ ഉയർന്നുവരും, സമര പരമ്പരകൾ നടക്കും. ഭരണകക്ഷി ആരായാലും അവർക്ക് നേരെ ഉപയോഗിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ ആയുധമായി ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞു. UDF അധികാരത്തിലിരിക്കുമ്പോൾ LDF ഉയർത്തിയ അതേ ആയുധം ഇക്കുറി അവർക്ക് നേരെ ഉയർന്നു കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഇറക്കിയ 2 ഉത്തരവുകളാണ്. ഈ 2 ഉത്തരവുകളും ഇടുക്കി ജില്ലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ, പട്ടയം കൈവശമുള്ള ആളുകൾക്ക് നിർമ്മാണം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവകാശത്തെ ഗണ്യമായ തോതിൽ ഹനിക്കുന്നതാണ്. സമീപ ദിവസങ്ങളിൽ അതിനെതിരെ ഹൈക്കോടതി ആ നിയമം കേരളം മുഴുവൻ പ്രാബല്യത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ 1964 ഭൂപതിവ് ചട്ടത്തിൽ കൈവശഭൂമി, പട്ടയഭൂമി കൈവശം വയ്ക്കാനുള്ള അവകാശം വിപുലപ്പെടുത്തണം. അതോടൊപ്പം അതിൽ നടത്താനുള്ള നിർമ്മാണങ്ങൾക്കുള്ള അവകാശം വിപുലപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കും. അതോടൊപ്പം 1977 ജനുവരി 1 മുമ്പ് ഒരു കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തിനാ? കുടിയേറ്റത്തിന്. അതിനുശേഷം നടന്ന കയ്യേറ്റങ്ങളെ കയ്യേറ്റമായി കണ്ട് തൻ്റെ ഇടത്തോടെ ഒഴിപ്പിക്കാൻ ഏത് രാഷ്ട്രീയ കക്ഷി തയ്യാറാവുന്നു അന്ന് മാത്രമേ ഇടുക്കിയിലെ ഭൂപ്രശ്നവും ഇടുക്കിയുടെ പാരിസ്ഥിതിക തകർച്ചയും ഇടുക്കിയിലെ കയ്യേറ്റങ്ങളും അവസാനിക്കും. തലമുറകളായി കുടിയേറ്റ കർഷകർ ജീവിക്കുന്ന ഭൂമിയിൽ അവർക്ക് വേണ്ട അവകാശങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന്റെ അടിസ്ഥാനം. നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഈ ജനതയുടെ പ്രശ്നത്തിന് പക്ഷേ നാളിതുവരെ ഒരു മാറ്റവുമില്ല. ഭൂപ്രശ്നങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തിയിരുന്ന ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ മുന്നണി മാറിയതോടെ നിശബ്ദരാണ്. ഇത് മുതലെടുക്കാനാണ് UDF ശ്രമിക്കുന്നതും. വലിയ കാർഷിക പാരമ്പര്യം ഉള്ള ജില്ലയാണ് ഇടുക്കി. ഏലം, കാപ്പി, കപ്പ, കുരുമുളക്, വാഴ തുടങ്ങി നിരവധി വിഭവങ്ങളാണ് ജില്ലയിൽ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ഓരോ പ്രശ്നങ്ങളും ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന ചർച്ചാ വിഷയവുമാണ്. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയിലെ മറ്റൊരു പ്രധാന ഘടകം ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങളാണ്. പ്രളയവും കൊറോണയും തീർക്കുന്ന വെല്ലുവിളികളും വിളകളുടെ വിലയിടിവും കർഷകരുടെ നടുവൊടിച്ചിരിക്കുകയാണ്. കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ആരും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് കാർഷിക മേഖല ആവശ്യപ്പെടുന്നത്. അവിടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമായും കാർഷിക മേഖല അല്ലെങ്കിൽ കർഷകർ പ്രതീക്ഷിക്കുന്നൊരു കാര്യം, അവരധിവസിക്കുന്ന പ്രദേശത്തെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വളർത്തിയെടുക്കുവാനുള്ള ഒരു പദ്ധതി രൂപീകരിക്കണം. അതിനാണ് 5 വർഷത്തെ ഒരു സമയം വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും നടന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ സാധ്യത എന്ന് പറയുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു സാധ്യത, ഇതിൽ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നവരെല്ലാം പഴയ മുഖങ്ങൾ നല്ലൊരു ശതമാനം മാറി പുതിയ മുഖങ്ങൾ വന്നിരിക്കുന്നു. ആ പുതിയ മുഖങ്ങൾ ഗ്രാജുവേഷനെങ്കിലും അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ചെറുപ്പക്കാരാണ്. തീർച്ചയായിട്ടും അവർക്ക് പുതിയ മേഖലകളിൽ കടന്നു പോകാൻ കഴിയും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒട്ടേറെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അറിയാവുന്ന ജനം എത്രയുണ്ട്? അത് ഉപയോഗപ്പെടുത്താൻ കേരളത്തിൽ എത്ര പദ്ധതികൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തുറന്ന റിബേറ്റ് സംഘടിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിത്തെരിച്ച് നിൽക്കും. കാരണം ഒന്നും നടന്നിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ എത്ര എണ്ണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്
എന്ന് ഒരു പഠനം നടത്തിയാൽ വികസന പ്രവർത്തനങ്ങളിൽ എത്രമാത്രം നമ്മൾ വൈകല്യത്തോടു കൂടിയാണ് കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ യുവജനങ്ങൾ അസ്വസ്ഥരാണ്. ഇന്ന് ഒരു ചെറിയ തൊഴിലിന് വേണ്ടി മറ്റുള്ള മുന്നിൽ കൈനീട്ടുന്ന സാഹചര്യം നിലനിൽക്കുക. സ്വയം തൊഴിലിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ, അതിലൂടെ സാധ്യതകൾ കണ്ടെത്താൻ, ആ സാധ്യതകളിലൂടെ പുതിയ മാനങ്ങളിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകാൻ ഇന്നത്തെ സംവിധാനത്തിന് കഴിയുന്നില്ല. സുഭിക്ഷ കേരളം പോലുള്ള സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം കാര്യമായ പുരോഗതി കൊണ്ടുവരില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ യുവതി യുവാക്കൾ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്നതാണ് കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നത്. പ്രളയ പുനരധിവാസമാണ് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. ശബരിമല വിഷയം ഇപ്പോഴും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. കേരളം ഉറ്റുനോക്കുന്ന വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് ഇക്കുറി ഇടുക്കി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളും നിർണായകമാകും. മുന്നണികളുടെ അവകാശവാദങ്ങൾക്കപ്പുറം ഇടുക്കിയുടെ മനസ്സറിയാൻ കാത്തിരിക്കാം.